ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ഒരു കല്ല് ലേസില്ലേ, നമ്മളിതേ സാധാ ലേസ് അതെങ്ങനെ സാധാ മെഷീനിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, നമ്മൾ സാധാ സ്റ്റിച്ചിനേക്കാളും ഒരു ലോങ് സ്റ്റിച്ച് ഇടുക കേട്ടോ. ഒരു 2ലോ 3ലോ ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ ഇതിൻ്റെ ചെറിയ മെഷീനിലും ചെയ്യാം, നമുക്ക് ഈ മെഷീനിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു 3ലൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു ലോങ് സ്റ്റിച്ചായി 4ലൊക്കെ ചെയ്യാം. 4ലാകുമ്പോൾ ഒന്നും കൂടി ലോങ് സ്റ്റിച്ച് ആവും. അപ്പോൾ അതിനേക്കാളും നല്ലതൊരു 3ലൊക്കെ വെച്ച് ചെയ്യാം കേട്ടോ. നമ്മളിതുപോലെ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു കസ്റ്റമർ വന്നിട്ട് നമ്മളിത് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ സ്റ്റിച്ച് ചെയ്യണ അത്ര, അപ്പോൾ അവർക്ക് അറിയില്ല. അപ്പോൾ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിച്ചത്. അത് കാരണമാണ് നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്, അറിയാത്ത ആൾക്കാർക്കൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ വിചാരിച്ചിട്ട് ഇതെങ്ങനെ കാണിച്ചു തരാം വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം, നമ്മൾ ഈ സൂചീൻ്റെ മെഷീൻ സൂചീൻ്റെ നമുക്ക് ആ അറ്റം ഇങ്ങനെ ത്രെഡ് നഷ്ടപ്പെട്ട സൂചികളുണ്ടാവില്ല, അതൊന്നും ഞാൻ കളയാറില്ല കേട്ടോ. അതൊക്കെ നമ്മൾ ഇങ്ങനത്തെ തുന്നാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വയ്ക്കാറാണ്. ആ ഒരു അറ്റം കൂർപ്പ് നഷ്ടപ്പെട്ട സൂചികളൊക്കെ നമ്മൾ ഇത് തുന്നാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വയ്ക്കലാണ്. അപ്പോൾ സാധാ സൂചി അയച്ച് വെച്ചിട്ട് ആ ഒരു ത്രെഡ് നഷ്ടപ്പെട്ട സൂചീനെ നമ്മൾ ഇതിലേക്ക് വെച്ചതിന് ശേഷം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് വെച്ചതാട്ടോ. അത് ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞിട്ടാണ് അവർ ചോദിച്ചത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ. അത് കണ്ടാണ് നിങ്ങൾക്ക് രണ്ടാമതും കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് ഞാൻ ആ ഒരു ലേസ് നമ്മളതിന് അറ്റത്ത് കൂടെ വെക്കുക. അതിൻ്റെ സെൻറ്ററിൽ തന്നെ നമ്മൾ പിന്നെ ആ ഒരു ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ മോട്ടർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളതിൻ്റെ വീലൊന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് താങ്ങി കൊടുക്കുക കേട്ടോ. ഒരുപാട് സ്പീഡിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്പീഡിൽ തയ്ക്കുമ്പോൾ ആ കല്ലിലൊക്കെ തട്ടിയിട്ട് സൂചി പൊട്ടിപ്പോവും. അവർക്ക് പെട്ടെന്ന് ആ ശബ്ദമൊക്കെ കേട്ടാൽ നമുക്കൊരു ഇത് തോന്നും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ട്രേസിങ് വീലിൽ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് കൈ കൊണ്ടൊന്ന് പിടിച്ചു കൊടുക്കുക കേട്ടോ. പിടിച്ചു കൊടുത്തിട്ട് നമുക്ക് പതുക്കെ നമ്മൾ ആ ഒരു സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് പോരുക. കണ്ടോ, നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത അടയാളമാണ് കാണിക്കുന്നത്. നമ്മൾ തുന്നിയാച്ചാലൊക്കെ നമുക്ക് 1 മണിക്കൂറൊക്കെ വേണം. തുന്നുമ്പോൾ നമുക്ക് തുന്നുക എന്ന് പറയുന്നത് നമ്മൾ കൈ കൊണ്ട് തുന്നണ കാര്യം കേട്ടോ പറഞ്ഞത്. നമ്മൾ കൈ കൊണ്ട് തുന്നിയാച്ചാൽ കുറേ 1 മണിക്കൂറൊക്കെ വേണം. ഇതൊന്നും നമ്മൾ ചെയ്യുക. അതുമല്ല, അത് അവിടെ ഫിനിഷിങ്ങിൽ വൃത്തിയിൽ കിടക്കില്ല. നമ്മൾ മെഷീനിലാണ് വെച്ചാൽ അത് ഫിനിഷിങ് വൃത്തിയായിട്ട് അത് പരന്ന് കിടക്കും. നമ്മൾ ചുളിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് പതുക്കെ ആ ഒരു ട്രേസിങ് വീലിൽ ഒന്ന് കൺട്രോൾ ചെയ്ത് കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളത് ഇതിങ്ങനെ ചെയ്ത് വെച്ചതാണ്. പഫിലും നമുക്ക് ഇനി ഇതുപോലെ പഫിൻ്റെ ആ 2 അറ്റത്തൊക്കെ നമ്മളിത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളും ഇങ്ങനെ ഇനി തുന്നണ ആൾക്കാരാണെന്ന് വെച്ചാൽ, നമ്മൾ കൈ കൊണ്ട് തുന്നണ ആൾക്കാരാണെന്ന് വെച്ചാൽ നമുക്ക് ഇനി മെഷീനിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മെഷീനിൽ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഒന്ന് നമ്മളതിനെ കൺട്രോൾ ചെയ്ത് ആ സൂചികളൊക്കെ നമുക്ക് സാധാ പൊട്ടാത്ത സൂചിയിൽ ആയാൽ, അപ്പോൾ എന്താ പറയുക, നമ്മൾ വേറെ തുണികൾ തുന്നുമ്പോൾ അതതിൻ്റെ നഷ്ടപ്പെട്ടു പോകും. അത് കാരണമാണ് ഞാൻ സൂചി മാറ്റാൻ പറഞ്ഞത്. നമ്മൾ ഇത് തുന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂചിയുടെ അറ്റത്തിൻ്റെ ആ ഒരു കൂർപ്പൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അത് കാരണമാണ് നമുക്ക് ആവശ്യമില്ലാത്ത സൂചികളെടുത്ത് ചെയ്യാകുമ്പോൾ നമുക്ക് സൂചിക്ക് കംപ്ലയിൻറ്റ് വരില്ല. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ഡ്രസ്സ് ചെയ്തത് നോക്കി നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ ഇങ്ങനെ മെഷീനിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണാം.